ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CPM-ൻ്റെ ആദ്യത്തെ ഒരു റെസ്പോൺസ് നമ്മൾ കാണാനിടയായത്. യഥാർത്ഥത്തിൽ ഈ റെയ്ഡിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ED അന്വേഷണം തുടങ്ങുന്ന സമയത്ത് ED അന്വേഷണം നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ED അന്വേഷണത്തിന് അനുമതി നൽകരുത് എന്ന് പറഞ്ഞ് ഇതിലെ തൽപര കക്ഷികൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി പ്രാഥമിക വാദം കേട്ട് ED അന്വേഷണം തുടങ്ങാൻ വരട്ടെ എന്നുള്ള നിലയിൽ ഒരു ഇൻട്രീം സ്റ്റേ കൊടുത്തിരുന്നു. ആ കേസ് വാദം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് വിധി പറഞ്ഞത്. വിധി പറഞ്ഞപ്പോൾ ED അന്വേഷണത്തിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഹൈക്കോടതി ED അന്വേഷണം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനെ വളച്ചൊടിച്ച്, അതായത് എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM അല്ലെങ്കിൽ LDF ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഈ ED അന്വേഷണത്തെ താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്ത നടപടിയെ വലിയ രീതിയിൽ ആഘോഷിച്ച പാർട്ടിയാണ് CPM. ആ സമയത്ത് എനിക്ക് നേരെ വലിയ സൈബർ അറ്റാക്കും വലിയ ആക്ഷേപവും പരിഹാസവും നിറഞ്ഞ രീതിയിൽ പ്രചരണം നടത്തിയവരാണിവർ. ഹൈക്കോടതി ആത്യന്തികമായി വാദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട് എന്നും അഴിമതിയുടെയും അല്ലെങ്കിൽ EDയുടെ കീഴിൽ വരുന്ന ഒഫൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയാനിടയായി. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത പ്രക്രിയ എന്ന നിലയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനൊരു കാര്യം വളരെ വിനയത്തോടെ കേരളത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രതിപക്ഷ MLA ആയി നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതേ പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ ഏജൻസികളും എനിക്ക് നേരെ 12 അന്വേഷണങ്ങൾ ഏർപ്പെടുത്തി. എൻ്റെ വീട്ടിൽ നിങ്ങളൊക്കെ അന്ന് വന്ന് റിപ്പോർട്ട് ചെയ്തവരാണ്. എൻ്റെ വീട്ടിൽ പരിശോധന ഉണ്ടായി, ഈ സമാനമായ സാഹചര്യങ്ങളുണ്ടായി. അന്ന് എന്നോട് നിങ്ങൾ വന്ന് ചോദിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന, അതാണല്ലോ സാധാരണ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞാനന്ന് വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞാൻ പറയില്ല എന്ന ആരോപണം ഉയർത്തി ഞാൻ ഒളിച്ചോടില്ല. എല്ലാ അന്വേഷണത്തിനും ഞാൻ തയ്യാറായി, എല്ലാത്തിനും സഹകരിച്ച് ഞാൻ നിൽക്കും. ഇതുവഴി പിണറായിയുടെ പോലീസോ പിണറായിയുടെ വിജിലൻസോ പിണറായിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളോ അന്വേഷിച്ച് എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ക്ലീൻ ചിട്ടായിരിക്കും ജനങ്ങളുടെ മുമ്പിൽ എന്നാണ് ഞാൻ പ്രതികരിച്ചത്. ഇപ്പോൾ ഞാൻ ചോദിക്കേണ്ട, ഹൈക്കോടതിയുടെ ഇൻട്രീം സ്റ്റേ ആഘോഷിച്ച CPM അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വന്ന് ED അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര വേവലാതിപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ്, നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളം അറിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പോരാട്ടം തുടരും, പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. എന്നെങ്കിലും സത്യം പുറത്തു വരും. ഒരുപക്ഷെ അത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ടും സത്യത്തെ എക്കാലത്തേക്കും അങ്ങനെ മൂടി വയ്ക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് ഇന്നും ഞാൻ പറയുന്നത് കേട്ടു, ഇന്നും ബഹുമാനായ MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ടെന്നും, അദ്ദേഹം ഏത് ഒരു കടലാസെങ്കിലും വായിച്ചു നോക്കിയിട്ടാണെങ്കിൽ അത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. PV എന്ന് മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്, PV എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനായിട്ട് പിണറായി വിജയൻ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ അങ്ങനെ എഴുതിയത് ഇല്ലാണ്ടാക്കാൻ അവർ കഴിയില്ല. എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെ പച്ചയായ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ഇത് ഈ യഥാർത്ഥത്തിൽ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തായ്വേരിളക്കിയ കേസാണ് മാസപ്പടി കേസ്. അതിൽ നിന്ന് അവർ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ അവരുടെ വഴിക്ക് അവർ പോട്ടെ. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെങ്കിലും ഇതിൻ്റെ സത്യം പുറത്തു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്നെങ്കിലും ഫലം കാണുമെന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ഡിഫൻസാണ്. ഈ യാഥാർത്ഥ്യ സത്യം പുറത്തു വരട്ടെ, കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. ഇതേ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് സുപ്രീം കോടതിയിൽ പോവുകയും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കാണിച്ച് സുപ്രീം കോടതി ആ കേസ് തള്ളുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ EDയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.
മുൻപ് പലവട്ടം ഇ ഡിയുടെ രാഷ്ട്രീയ സ്വഭാവം, രാഷ്ട്രീയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. ആ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞൊരു കേസ് ഇ ഡി അന്വേഷിക്കുന്നതിൽ അപാകതയില്ലേ? ഇ ഡി സ്വമേധ അന്വേഷിക്കുകയല്ലല്ലോ. ഇ ഡി അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഇവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വാദം കേട്ടു. മുഴുവൻ പരിശോധിച്ചപ്പോൾ ഇ ഡി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ ആരാ? ഹൈക്കോടതിയാണ്. അതുകൊണ്ടാണ് സംഘടനയാണെന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ അതൊക്കെ ഇപ്പം പറയണ്ട. ഇപ്പം നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ആഘോഷിച്ച, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഏറ്റവും പവിത്രമായി പറയുന്ന ഹൈക്കോടതി തന്നെയാണ്. അതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. സ്വതന്ത്ര സംഘടനയാണെന്നുള്ള അഭിപ്രായം കോൺഗ്രസ് ഗവൺമെന്റ് ഏജൻസിയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് CPM ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതായത് ഒന്ന്, ഈ GST കോമ്പൗണ്ട് ചെയ്ത സമയത്ത് വന്ന ചെറിയൊരു പിഴവ്, അത് റെഗുലറൈസ് ചെയ്യപ്പെട്ടതാണ്. ഈ സീരിയസ് ഫ്രോഡിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. രണ്ട്, വീണയുടെ മൊഴി നേരത്തെ വളരെ കൃത്യമായിട്ട് എടുത്തതാണ്. അവർ മൊഴി നൽകാൻ ഇനിയും തയ്യാറാണ്. ഈ തിടുക്കപ്പെട്ടൊരു നീക്കം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗിയാണെന്നുള്ള രാഷ്ട്രീയ ആരോപണം കൂടെ ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഇത് GSTയുടെ പ്രശ്നമല്ലല്ലോ. GST അടച്ചാൽ അഴിമതിപ്പണം അല്ലാതാവില്ല. GSTയിലെ ചെറിയ പിഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ തള്ളിക്കളയരുത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആരെയുടെയെങ്കിലും കൈക്കൂലി വാങ്ങിക്കഴിഞ്ഞിട്ട് ആ പണത്തിന് ഞാൻ ടാക്സ് അടച്ചു. അതിൻ്റെ അർത്ഥം അഴിമതി നടന്നില്ല എന്നാണോ? അല്ല, നോ. കറപ്ഷൻ ഈസ് കറപ്ഷൻ. അതിനാണ് അവർ ശ്രമിച്ചത്. അതിനാണ് ഇതിൻ്റെ അകത്ത് നടത്തിയ ശ്രമം എന്ന് പറയുന്നത്. അഴിമതിയായി വാങ്ങുന്ന പണത്തിന് ടാക്സ് അടച്ച് വൈറ്റാക്കാൻ പറ്റുമെന്ന്. ഇ ഡി വരുന്ന പശ്ചാത്തലം അതാണ്. അതായത് ബ്ലാക്ക് മണി വൈറ്റാക്കാൻ ശ്രമിക്കുന്ന മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രക്രിയ. ആ മണി ലോണ്ടറിങ് എന്ന പ്രക്രിയ നടക്കുമ്പോഴാണ് അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ GST അടച്ചു എന്ന് പറയുന്നത് തന്നെ ഈ അഴിമതി പണം വെളുപ്പിക്കാനാണ് എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി അടക്കം പറഞ്ഞു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും സന്ദർശനം കൂടിക്കാഴ്ച നടത്തി പിറ്റേന്ന് ഇങ്ങനൊരു അന്വേഷണം വരുന്നതിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ് CPM ആലോചിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നമ്മൾ കൂടി കണ്ട പിറ്റേ ദിവസം അന്വേഷണം നടത്താൻ പാടില്ലെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങനെയാണോ? അങ്ങനെയാണ് CPM ആരോപിക്കുന്നത്. അല്ല, CPM ആരോപണം അതായിരിക്കും. അപ്പം അവർ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയും ഇന്നും അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിമാരെ കാണാതിരിക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രിയെ കാണണമെന്ന് കാണാതിരിക്കാൻ പറ്റുമോ? അത് അതിൻ്റെ വഴിക്ക് പോകും. അത് ഇതുമായിട്ടൊന്നും ബന്ധം വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാര്യം. അല്ല, ഇ ഡി ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ അകത്ത് പണ്ടും ഞാൻ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായി പറഞ്ഞു. എനിക്ക് അമിതാവേശമില്ല. ഇതിൻ്റെ അകത്ത് വലിയ ഒരു എക്സൈറ്റ്മെൻറ്റോ എന്തൂസിയാസമോ ഒന്നും എനിക്കില്ല. കാരണം ഞാൻ ഇതിൻ്റെ പുറകെ പിന്നാലെ കഴിഞ്ഞ 4-4.5 വർഷക്കാലം പോരാട്ടം നടത്തിയൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പോൾ കാണുന്ന കാര്യങ്ങളൊന്നും വലിയ അമിതാവേശമോ വലിയ അത്യാഹ്ലാദമോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ സത്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ആർജവും ഇച്ഛാശക്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും എനിക്ക് സന്തോഷമുണ്ടാകും. അതിൻ്റെ കാരണം ഞാനൊരു സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നടത്തിയൊരു പോരാട്ടമാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ഒരുപാട് വട്ടം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. എനിക്ക് എൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞതിലെ സത്യസന്ധത ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരാഗ്രഹവും വെപ്രാളവും വേവലാതി എനിക്കുമുണ്ട്. അപ്പോൾ അത് ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അൺവീൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് സത്യം പുറത്തു വന്നാൽ കേരളം വിശ്വസിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ല, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വി ആർ നോട്ട് ഇൻ എ ഹറി. ഈ അന്വേഷണത്തിന് പിന്നാലെ കോൺഗ്രസ് RSS ബന്ധം എന്നുള്ള ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം ശരിയായ കാര്യം? അല്ല, ഈ അന്വേഷണവും കോൺഗ്രസ് RSS തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രാഷ്ട്രീയമായി പറയാൻ വേണ്ടി വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആളുകളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ഇത് രാഷ്ട്രീയമാക്കി ഇതിൻ്റെ ഈ അന്വേഷണത്തിനും കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങളെയും സത്യങ്ങളെയും മൂടി വെക്കാനും മറച്ചു വെക്കാനും വേണ്ടി നടന്ന ഒരു സ്വാഭാവിക രാഷ്ട്രീയ പ്രക്രിയയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അന്വേഷണങ്ങൾ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലെന്നാണ് അങ്ങനെ പറയുന്നത്. വെയിറ്റ് ആൻഡ് സീ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.